സെനറ്റ് ഹാളിലെ ഭാരതാംബ ചിത്ര വിഷയത്തിൽ രജിസ്ട്രാർക്കെതിരെ VCയുടെ റിപ്പോർട്ട് രജിസ്ട്രാർക്ക് കൃത്യമായ ഉത്തരവാദിത്ത ബോധം ഉണ്ടായില്ല എന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഒരു മതചിഹ്നത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളോ വിശ്വാസയോഗ്യമായ റിപ്പോർട്ടോ ഇല്ലാതെയാണ് രജിസ്ട്രാർ പ്രവർത്തിച്ചത് എന്നും VCയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രജിസ്ട്രാറുടെ നടപടികളെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ശാലിനിയാണ് ചേരുന്നത്. ശാലിനി, രജിസ്ട്രാർ കൃത്യമായ ഒരു സ്വന്തം താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടത്തിയത് എന്ന് നമുക്ക് ഇതിനു മുൻപ് തന്നെ ബോധ്യമായ കാര്യമാണ്. എന്തായാലും രജിസ്ട്രാർക്കെതിരെയാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. രാഖി, അല്പസമയം മുമ്പാണ് രാജ്ഭവനിലേക്ക് VCയുടെ റിപ്പോർട്ട് എത്തിയിട്ടുള്ളത്. വിശദമായ റിപ്പോർട്ട് തന്നെയാണ് VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ കേരള സർവകലാശാല ആസ്ഥാനത്ത് കഴിഞ്ഞ 25-ാം തീയതി ഉണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ നൽകിയിട്ടുള്ളത്. അതിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളടക്കം രജിസ്ട്രാർക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ വിശദമായ അന്വേഷണത്തിന് ശുപാർശ നൽകിക്കൊണ്ടാണ് VC രാജ്ഭവനിലേക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. അതിൽ പറയുന്നത് ഇത്തരത്തിലാണ്: ചില ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ചട്ടവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ രജിസ്ട്രാർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് VCയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ വൈസ് ചാൻസലറുടെ റിപ്പോർട്ടിൽ രജിസ്ട്രാർക്ക് കൃത്യമായ ഉത്തരവാദിത്ത ബോധം ഇല്ലായിരുന്നു എന്നുള്ളതും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു മതചിഹ്നത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളോ അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ റിപ്പോർട്ടോ ഇല്ലാതെയാണ് രജിസ്ട്രാർ തനിക്ക് വിശദീകരണം നൽകിയതെന്നും VC പറയപ്പെടുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ അത് ചൂണ്ടിക്കാട്ടുകയും ചെയ്യപ്പെടുന്നുണ്ട്. 2 തവണയാണ് രജിസ്ട്രാറോട് VC വിശദീകരണം തേടിയത്. ഈ 2 തവണയും അവിടെ ഒരു മതചിഹ്നം പ്രദർശിപ്പിച്ചിരുന്നു. ആ മതചിഹ്നം മാറ്റണമെന്ന് താൻ ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞത് ഏത് മതചിഹ്നമാണ് അല്ലെങ്കിൽ എന്തിന്റെ കാരണത്താലാണ് അത് അത്തരത്തിൽ പറഞ്ഞത് എന്നത് കൃത്യമായി പറയാൻ രജിസ്ട്രാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഈ ഒരു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ പബ്ലിക് റിലേഷൻ ഓഫീസർ, ഒപ്പം തന്നെ രജിസ്ട്രാർ, സെക്യൂരിറ്റി ഓഫീസർ അടക്കമുള്ളവർ നിന്നുള്ള ഒരു റിപ്പോർട്ടിലും ആരോപിക്കപ്പെട്ട ചിഹ്നം ഏതാണെന്നോ അല്ലെങ്കിൽ അത് ഏത് മതത്തെ പ്രതിനിധീകരിക്കുന്നു എന്നോ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും VC ഗവർണർക്ക് അയച്ചിട്ടുള്ള ഈ വിശദമായ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വേദിയിൽ ഉണ്ടായിരുന്നിട്ടും അത് എന്താണ് അല്ലെങ്കിൽ ഇത് ഏത് മതചിഹ്നമാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ, അതിന്റെ രേഖകളടക്കം ഹാജരാക്കാൻ രജിസ്ട്രാർക്ക് കഴിഞ്ഞില്ല എന്നും VC ചൂണ്ടിക്കാണിക്കുകയാണ്. കൂടാതെ തന്നെ ധിക്കാരപരമായ നടപടിയിൽ ആണ് അത്തരത്തിൽ രജിസ്ട്രാർ ആ ഹാളിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ VC കണ്ടെത്തിയിട്ടുള്ളത്. VC അത്തരത്തിലൊരു റിപ്പോർട്ട് രാജ്ഭവന് നൽകിയിരിക്കുകയുമാണ്. വിശദമായൊരു അന്വേഷണം രാജ്ഭവന്റെ ഭാഗത്തു നിന്നുകൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നുള്ള സൂചനകൾ കൂടി നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഗവർണറെ ചട്ടവിരുദ്ധമായി അപമാനിക്കാനും ചില ഗൂഢാലോചനകൾ നടത്താനും രജിസ്ട്രാർ ശ്രമം നടത്തിയെന്നും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഭാരത് മാതാവിന്റെ ചിത്രം നിയമപ്രകാരം ഇതൊരു മതചിഹ്നമല്ല എന്നിരിക്കെ മാലയിട്ട് പ്രദർശിപ്പിച്ചതിൽ ചടങ്ങ് അട്ടിമറിക്കാനടക്കം ചില സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സ്വാധീനത്തിൽ രജിസ്ട്രാർ ശ്രമിച്ചു എന്നുള്ളതാണ് ഗുരുതരമായി ഇതിൽ പറയപ്പെടുന്നത്. അതുകൂടാതെ തന്നെ അടിയന്തരാവസ്ഥ വാർഷികാഘോഷവും പുസ്തക പ്രകാശനവും നടന്ന ചടങ്ങിൽ ചട്ടവിരുദ്ധമായിട്ടുള്ള ഇടപെടൽ, പ്രതികരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ രജിസ്ട്രാർ നടത്തിയിട്ടുണ്ട് എന്ന് VC ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തന്നെ VC നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്മേൽ ഇനി രാജ്ഭവൻ സ്വീകരിക്കുന്ന നടപടികൾ നിർണായകമാകും. വിശദമായ അന്വേഷണം നടത്തണമെന്നുള്ള ശുപാർശയാണ് ഇപ്പോൾ VC രാജ്ഭവന് മുൻപാകെ വെച്ചിട്ടുള്ളത്. രാജ്ഭവൻ ഇതിൽ ഏത് തരത്തിലുള്ള നടപടികൾ ഇനി സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ദിവസങ്ങൾ നീണ്ട ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിശദമായ വിവരങ്ങൾ, ചിത്രങ്ങൾ, ഫോട്ടോകൾ, രേഖകൾ അടക്കം ഹാജരാക്കിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ രാജ്ഭവന് മുൻപാകെ VC നൽകിയിട്ടുള്ളത്. കൂടാതെ തന്നെ പത്മനാഭ സേവാ സമിതി പരിപാടി സംഘടിപ്പിച്ച സംഘാടകർ അടക്കമുള്ളവർ നൽകിയിട്ടുള്ള പരാതി, ആ പരാതിയുടെ വിശദാംശങ്ങൾ, കൂടാതെ അവരിൽ നിന്ന് ശേഖരിച്ച വിശദാംശങ്ങൾ, അവർക്ക് കേൾക്കാനുള്ള കാര്യങ്ങൾ, പറയാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ കേട്ട് അതിന്റെ വിശദമായ റിപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ രാജ്ഭവന് മുൻപാകെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഇത് പരിഗണിച്ച് കൃത്യമായ നടപടികളിലേക്ക് രാജ്ഭവൻ കടക്കും. ഒരു അന്വേഷണമാണോ അതോ മറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വകുപ്പ് തല നടപടികളിലേക്കൊക്കെ രാജ്ഭവൻ കടക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. രാഖി, അതായത് ശാലിനി, ഒരു സ്വകാര്യ ചടങ്ങിൽ തന്റെ പദവി ഉപയോഗിച്ച് കടന്നുകൂടി സ്വന്തം താല്പര്യം നടപ്പിലാക്കാനുള്ള ശ്രമമാണ് രജിസ്ട്രാർ നടത്തിയത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ കളിയാണ് കളിച്ചത് എന്നുള്ളത് നമുക്ക് ബോധ്യമായ കാര്യം തന്നെയാണ്. അതിന് ഗവർണറെ അപമാനിക്കാൻ പോലും അദ്ദേഹം തന്റെ പദവി ദുരുപയോഗിച്ചു എന്നുള്ളതാണല്ലേ? രാഖി, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് VCയുടെ റിപ്പോർട്ടിൽ അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് പ്രധാനമായും ഒരു ഭരണത്തലവനാണ്, സംസ്ഥാനത്തിന്റെ ഭരണത്തലവനെ അപമാനിക്കുന്ന രീതിയിലുള്ള നടപടികൾ രജിസ്ട്രാറുടെ ഭാഗത്തുനിന്നുണ്ടായി. കൂടാതെ തന്നെ ഇത്തരത്തിൽ പരിപാടി അട്ടിമറിക്കാൻ ചില ഗൂഢാലോചനകൾ നടത്തിയെന്നടക്കമുള്ള ഗുരുതരമായ കണ്ടെത്തലുകളാണ് VC ഇപ്പോൾ ആ റിപ്പോർട്ടിലൂടെ പറയപ്പെടുന്നത്. കൂടാതെ തന്നെ ആ പരിപാടിയിൽ ചട്ടലംഘനം, പ്രോട്ടോകോൾ ലംഘനം ഒക്കെ നടത്താൻ ആ രജിസ്ട്രാർ തയ്യാറായിരുന്നു എന്നുള്ളതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ആ പരിപാടി നടന്ന വേദിയിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതും ഒപ്പം തന്നെ ആ പരിപാടി റദ്ദാക്കി എന്നതടക്കമുള്ള കാര്യങ്ങൾ രജിസ്ട്രാർ VC
അടക്കമുള്ളവരുടെ അറിവ് ഇല്ലാതെ രാജ്ഭവനിലേക്ക് വിളിച്ചറിയിച്ചത് അടക്കമുള്ള കാര്യങ്ങളിലും അതൃപ്തി ഈ റിപ്പോർട്ടിലുണ്ട്. എന്നാലും ഏത് തരത്തിലുള്ള നടപടി ഇനി രാജ്ഭവൻ സ്വീകരിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും മതചിഹ്നമാണ് പ്രധാനമായും അദ്ദേഹം അവിടെ ഉപയോഗിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയത്. ചാനലുകളുടെ മുന്നിലും മാധ്യമങ്ങൾക്ക് മുൻപിലുമൊക്കെ അദ്ദേഹം എത്തി പറഞ്ഞതും അത്തരത്തിലൊരു മതചിഹ്നം അവിടെ പ്രദർശിപ്പിക്കുന്നത്, ആ മതചിഹ്നം അവിടെ മാറ്റണം, അല്ലെങ്കിൽ പരിപാടി നടത്താനുള്ള സൗകര്യം നൽകില്ല എന്നുള്ളതായിരുന്നു പത്മനാഭ സേവാ സമിതിയോട് പറഞ്ഞത്. ആ മതചിഹ്നം ഏതാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തണമെന്നും അത് വിശദമായി അറിയിക്കണമെന്നും VC അറിയിച്ചിരുന്നു. പക്ഷേ അത് കൃത്യമായി രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ വിശദീകരണം നൽകാനോ രജിസ്ട്രാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് VC ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിലടക്കമുള്ള രേഖകൾ വിശദമായി തന്നെ പറഞ്ഞുകൊണ്ടാണ് VCയുടെ ഈ റിപ്പോർട്ട് രാജ്ഭവനിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഇതിലൊരു കൃത്യമായ ഇടപെടൽ നടപടി രാജ്ഭവന്റെ മുൻപിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലൊരു കൃത്യമായ ഗൂഢാലോചന, അട്ടിമറി, ഒപ്പം തന്നെ ഒരു രാഷ്ട്രീയ കളി രജിസ്ട്രാർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഭരണഘടനാപരമായിട്ടുള്ള ചട്ടങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഭരണപരമായ ഇടപെടൽ മാത്രം സർവകലാശാലയിൽ നടത്തേണ്ട ഒരു വ്യക്തി ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി ഇടപെട്ടു എന്നുള്ള ഗുരുതരമായ കണ്ടെത്തലാണ് ഇപ്പോൾ VC നടത്തിയിട്ടുള്ളത്. ശരി ശാലിനി, സെനറ്റ് ഹാളിലെ ഭാരതാംബ ചിത്ര വിഷയത്തിൽ രജിസ്ട്രാർക്കെതിരെ VCയുടെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. രജിസ്ട്രാർക്ക് കൃത്യമായ ഉത്തരവാദിത്ത ബോധം ഉണ്ടായില്ല എന്നും ഒരു മതചിഹ്നത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളോ വിശ്വാസയോഗ്യമായ റിപ്പോർട്ടോ ഇല്ലാതെയാണ് രജിസ്ട്രാർ പ്രവർത്തിച്ചത് എന്നും VCയുടെ റിപ്പോർട്ടിൽ അക്കമിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. വാർത്ത വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തത് ശാലിനിയാണ്.